ഓം നമ ശിവായ. ശിവോഹം ശിവോഹം. പഞ്ചവടി ഭജനാശ്രമം എന്ന സംഭവകഥയുടെ രണ്ടാം ഭാഗം. കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ഛൻ കോവിലെ ആണ്ടവനെ, ആര്യൻകാവിൽ അയ്യനെ, അനാഥ പാലകനെ സ്വാമി എന്ന ദാസേട്ടൻ പാടിയ അയ്യപ്പഗീതം മുല്ലപ്പടവ് ഗ്രാമത്തിനെ കോൾമേൽ കൊള്ളിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന ഒരു സുപ്രഭാതം. ശ്രീ കൊച്ചുഗോപാലസ്വാമി ഹിമാലയ സാനുക്കളിൽ നിന്നും മടങ്ങി വന്നിരിക്കുന്നു. അവിടുത്തെ സന്യാസി വര്യന്മാർ ഉപദേശം നൽകിയതനുസരിച്ച് സപ്താഹയജ്ഞം നടത്തുകയാണ് സ്വാമി. 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം വായിച്ചു തീർക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് സപ്താഹയജ്ഞം എന്ന ഈ പുണ്യപ്രവൃത്തി. ബന്ധുക്കളും സ്വന്തക്കാരും സ്വാമിയുടെ ആശ്രിത വത്സകൾ ഉൾപ്പെടെ ഒരു വൻ ജനാവലി പഞ്ചവടി ഭജനാശ്രമത്തിലുണ്ട്. അന്നദാനം എന്ന ചടങ്ങ് എല്ലാ ദിവസവും നടന്നുപോരുന്നു. അവസാന ദിവസം അടപ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയുണ്ട്. സമാപന ദിവസത്തിൽ അപവൃത സ്നാനം എന്ന ഒരു ചടങ്ങോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അപവൃത സ്നാനത്തിന് നേതൃത്വം നൽകിയത് ജഡ്ജി അപ്പൂപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ശ്രീ ശങ്കര ഗണകനാണ്. ഭജനപ്പാട്ടുകൾ പാടി പമ്പാ നദിയിൽ കുളിച്ച് ആറാടി തിരികെ വരുന്ന ഒരു ആത്മീയ യാത്രയാണ് അപവൃത സ്നാനം. തുടർന്നുള്ള വർഷങ്ങളിൽ കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും തുലാമാസത്തിലെ നവരാത്രി മഹോത്സവം, അങ്ങനെ ഓരോരോ പുണ്യപ്രവൃത്തികൾ ശ്രീ കൊച്ചുഗോപാലസ്വാമി നടത്തിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഉഷച്ചേച്ചിയുടെയും യക്ഷച്ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞു. സാവിത്രി അമ്മ കുടുംബഭാരം പേറി ANM എന്ന സർക്കാർ ജോലിയുമായി കർമ്മബന്ധത്തിൽ തന്നെയുണ്ട്. പിന്നീട് ഒരു മതപാഠശാല സ്ഥാപിക്കുകയുണ്ടായി. ശ്രീ ചന്ദ്ര ടീച്ചറുടെ നേതൃത്വത്തിലാണ് മതപാഠശാല പ്രവർത്തിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും മതപാഠശാലയുടെ നേതൃത്വത്തിലുള്ള ഭജനയും മതപഠനവും നടക്കാറുണ്ട്. ഞായറാഴ്ചയിലെ മതപഠനത്തിന് ശേഷം അവൾ നനച്ചതും പഴവുമെല്ലാം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾ കുട്ടികളുടെ ഞായറാഴ്ചയിലെ ഒരു ഉത്സവമായിരുന്നു മതപാഠശാല. പിന്നീട് ഒരു സൗജന്യ സംസ്കൃത പഠന കേന്ദ്രം സ്വാമി സ്ഥാപിക്കുകയുണ്ടായി. ശ്രീ നാരായണ ശാസ്ത്രിയുടെ ഗുരുപുണ്യത്തിൽ ഒരു ഗ്രാമം സംസ്കൃതത്തിൻ്റെ സംസ്കൃതിയിൽ വെളിച്ചം കണ്ടുണർന്നു. പൂജകളും മറ്റു പ്രശ്നപരിഹാരങ്ങളും പതിവ് പോലെ നടന്നു വരുന്നു. ശ്രീ കൊച്ചുഗോപാലസ്വാമി അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൻ്റെ ഉച്ചഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പഞ്ചവടി ഭജനാശ്രമം എന്ന സംഭവകഥയുടെ രണ്ടാം ഭാഗം ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം, സസ്നേഹം. ബൈജു അല്ലപ്പള്ളി.